വേദോസ്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു കർത്താവിനെ കുറിച്ചാണ്, കൃപയിനാലും ഉപ്പിനാലും രുചി വരുത്തിയ വാക്കുകൾ. കൃപയിനാലും ഉപ്പിനാലും രുചി വരുത്തി. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നതിന് മുമ്പ്, അതായത് പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും, അത് പറയുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്ന ഉപ്പിനാൽ രുചി വരും. നമ്മൾ പറയുന്ന വാക്കുകൾ, യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ലാവണ്യ വാക്കുകൾ. എന്നാൽ പരീശന്മാരോട് അന്നത്തെ ന്യായാസനത്തോടെ എതിർപ്പുകളോടൊക്കെ താൻ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അരുതാത്ത വാക്കുകൾ തന്നെ വന്നിട്ടില്ല. പക്ഷേ താൻ പറയുന്ന ഇമ്പമാർന്ന, ആശ്വസിപ്പിക്കുന്ന, യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, അനവധി പേരെ താങ്ങുന്ന, നാവിനാൽ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ വൃതൻ, മൈ ചോസൻ വൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ വാക്കുകൾ യാക്കോബ് പറയുന്നുണ്ട്, ഒരു കപ്പലിനെ അതിൻ്റെ ആ ചുക്കാനോട് തിരിക്കുന്ന പോലെ, ഒരിക്കലും ഇണങ്ങാത്ത മൃഗങ്ങളെ അല്ലെ കുതിരയെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ നമ്മുടെ വാക്കുകളെ, ഒരു വാക്കിൽ ഒരാൾ തെറ്റാതിരുന്നാൽ ആ വ്യക്തി ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന പുരുഷനെന്നാണ് പറയുന്നത്. ഈ നാവിൻ്റെ കാര്യങ്ങളിൽ കംഫോർട്ട് വേർഡ്, ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകൾ ആശ്വാസം കൊടുക്കണം.